ദിനംപ്രതി മാറ്റുരയ്ക്കുന്ന പ്രതിഭകൾ ഓരോ പോയിന്റും നേടി മുന്നേറാൻ ശ്രമം, ഓരോ വിജയത്തിലും ആഘോഷം. കലോത്സവ കാഴ്ചകൾ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഒന്നാം സ്ഥാനവും ട്രോഫിയും ഒന്നും ലക്ഷ്യമായി കാണാത്ത, അകമഴിഞ്ഞ സേവനത്തിനൊപ്പം ഒരു ചിരിയും തന്ന മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടേതു കൂടിയാണ് ഈ കലാപൂരം. വേദികളിൽ എങ്ങനെ കലാപൂരം കൊഴുക്കുകയാണ്. മാറ്റുരയ്ക്കുന്ന പ്രതിഭകൾക്ക് പ്രായം 13 മുതൽ 18 വരെ. ജീവിതത്തിൽ വിജയപരാജയത്തിൻ്റെ രുചി അറിയുന്ന കാലം. പക്ഷേ ഇവിടെ ചിലർ, ഇതേ പ്രായത്തിലുള്ള ചിലർ രുചി അറിയുകയല്ല, രുചി വിളമ്പുകയാണ്. കലാപൂരത്തിൽ കൈപുണ്യം വിളമ്പുന്ന കുഞ്ഞു കൈകൾ. ഇവരാണ് ആ പറഞ്ഞ ചിലർ. തിളങ്ങുന്ന വസ്ത്രമോ മുഖഛായമോ ഇല്ല, തിളക്കമത്രയും മനസ്സിനാണ്. ഇടവേളകളിൽ ഇത്തിരി വിശ്രമം. വീണ്ടും വിളി വന്നു. വിശ്രമം കഴിഞ്ഞു. വേഷത്തിൽ വൈവിധ്യമില്ല. വേദിക്കരികിൽ എന്തിനും ഏതിനും ഇവരുണ്ട്. എല്ലാം അവർക്ക് വേണ്ടിയെന്ന് മറുപടി. കല വേണ്ടെന്ന് വെച്ചത് കഴിവില്ലാഞ്ഞിട്ടല്ല, കളിച്ചിരിയോടെ നിൽക്കുന്നത് മടുപ്പില്ലാഞ്ഞിട്ടുമല്ല. കഴിവ് തെളിയിക്കാൻ കലവറയിലും ഇവർക്ക് കഴിയും. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ, എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. വേണ്ടെന്ന് വെച്ചാൽ വേദിയിൽ കയറാമായിരുന്നില്ലേ എന്ന് ഞാൻ. പക്ഷെ മറുപടിയിൽ എനിക്ക് കിട്ടിയത് വേദിയിലെ വിജയത്തിനുമപ്പുറം ചിലതുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. അതിപ്പോൾ അവരവിടെ ചെയ്യുകയാണെങ്കിലും നമ്മൾ നമ്മുടെ ഭാഗം, നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളതില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കുക, അതൊക്കെ ഒരു നമ്മൾ സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അതിപ്പോൾ ഞങ്ങൾക്കിവിടെ ഇതൊക്കെ കൊടുക്കുക, ഫുഡൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ നമ്മളോട് കഴിച്ചെന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ ഓൾറെഡി ഇഷ്ടമാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ, നല്ല ഒരു എൻജോയ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊക്കെ. കുഞ്ഞുങ്ങളിൽ സേവന മനോഭാവം ഊട്ടിയുറപ്പിക്കാനും ചിലർ. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഈ പ്രാവശ്യവും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ 800ഓളം വിദ്യാർത്ഥികൾ സർവീസ് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ വേദിയിൽ അവിടെ ഫസ്റ്റ് എയ്ഡായിട്ടും അതുപോലെ തന്നെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആയിട്ട് ഒരു ടെൻ്റ് അടിച്ച് വാച്ച് ആൻഡ് അവർ വെച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുഡിൻ്റെ അവിടെ മാത്രം 150ഓളം പേരുണ്ട് സർവീസിനായിട്ട്. എല്ലാവരും നല്ല രീതിയിൽ 24 മണിക്കൂറും നല്ല രീതിയിൽ കലോത്സവം നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദികളിൽ കലാവൈഭവം കൈമുദ്രയാക്കി തിളങ്ങുന്നവർ മാത്രമല്ല, കലാപൂരത്തിൽ ഇവരും താരങ്ങളാണ്. പ്രായത്തിൽ ചെറുതാണ്, പക്ഷേ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. മറ്റുള്ളവർക്ക് രുചി വിളമ്പി മനസ്സും വയറും നിറയ്ക്കുന്നവർ. കൗമാര കേരളത്തിൻ്റെ കലാവൈഭവം മാത്രമല്ല, ഇതുപോലുള്ള കറകളഞ്ഞ സേവന മനോഭാവവും കേരളം കാണട്ടെ. കുഞ്ഞു കൈകളിൽ നിന്നും കൈപുണ്യം നുകർന്ന് മനസ്സും വയറും നിറഞ്ഞ ക്യാമറാമാൻ സന്തോഷിനൊപ്പം അമൽ പ്രീത പ്രദീപ്, ജനം.